ജീവിതത്തിൽ ഭാരങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും പ്രതിസന്ധികളും ഒക്കെയും നേരിടേണ്ടി വരുമ്പോൾ ചിലപ്പോഴൊക്കെയും നാം ചിന്തിക്കും, ഇതിൽ നിന്നൊക്കെ എങ്ങനെ രക്ഷപ്പെടും, ഇതിനൊക്കെ ഒരു അവസാനം ഉണ്ടാവുമോ എന്നൊക്കെയും നമ്മൾ ഭാരത്തോടും പ്രയാസത്തോടും കൂടെ ചിന്തിക്കും. പക്ഷേ ഈ സംശയങ്ങൾക്കിടയിൽ ദൈവത്തിൻ്റെ ഈ ഒരു വചനം നമ്മുടെ ഹൃദയത്തിന് ഉറപ്പുള്ള വിശ്വാസം നൽകുന്നതാണ്. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 32-ാം അധ്യായം 27-ാം വാക്യത്തിൽ ദൈവം ഇങ്ങനെ അരുളി ചെയ്യുന്നു: ഞാൻ സകല മനുഷ്യരുടെയും ദൈവമായ യഹോവയാകുന്നു, എനിക്ക് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ? ഇവിടെ കാണുന്നത് ദൈവത്തിൻ്റെ അതിമാനുഷികമായ ആ ശക്തി, അവൻ സർവശക്തൻ ആകുന്നു എന്നാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. നമ്മുടെ ദൈവത്തിന് എല്ലായ്പ്പോഴും സകലത്തിലും അവൻ നമുക്ക് എല്ലാത്തിലും മതിയായവനായ ദൈവമാണ്. മനുഷ്യരുടെ പരിധികളൊന്നും ദൈവത്തിനില്ല. നാം കാണുന്ന തടസ്സങ്ങളൊക്കെയും ദൈവത്തിന് മുമ്പിൽ അതൊരവസരമായി മാറുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മുടെ വിശ്വാസവും പരിഗണിക്കപ്പെടുന്നു. ദൈവം ചോദിക്കുന്ന ചോദ്യം അത് ഒരു ഉറച്ച ഉറപ്പാണ്. എന്താണ് ദൈവം ചോദിക്കുന്നത്? എനിക്ക് അസാധ്യം ഉണ്ടോ? ഈ ചോദ്യം നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞ് നമ്മളെ കൊണ്ട് ചോദിപ്പിക്കുന്നത് നാം ദൈവത്തിൽ എത്ര വിശ്വസിക്കുന്നു എന്നതാണ്. യഹോവയിൽ ആശ്രയിക്കുന്നവർ ഒരു നാളും കുലുങ്ങിപ്പോകാത്ത സിയോൻ പർവ്വതം പോലെയാണെന്ന് സങ്കീർത്തനക്കാരൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അസാധ്യമായി നമുക്ക് തോന്നുന്നതെല്ലാം ദൈവത്തിന് മുമ്പിൽ അതൊരവസരമാണ്. നമുക്ക് വേറൊരു മാർഗവും ഇല്ലാത്തിടത്താണ് ദൈവം തൻ്റെ വഴി തുറക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 40-ാം വാക്യത്തിൽ യേശു മാർത്തയോട് പറഞ്ഞു: നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? പ്രിയ സ്നേഹിത, നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും അസാധ്യമായി തോന്നുന്നുണ്ടോ? രോഗമാകാം, സാമ്പത്തിക ബുദ്ധിമുട്ടുകളാകാം, ബന്ധങ്ങളുടെ തകരാറുകളാകാം. ഓർക്കുക, നമ്മുടെ ദൈവത്തിന് അസാധ്യം ഒന്നുമില്ല. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 32-ാം അധ്യായം 27-ാം വാക്യം ഇപ്രകാരം പറയുന്നു: ഞാൻ സകല മനുഷ്യരുടെയും ദൈവമായ യഹോവയാകുന്നു, എനിക്ക് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ? ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.